എല്ലായ്പ്പോഴും അറബിയിലായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. സുന്നികൾക്ക് സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണ്, പക്ഷേ സലഫികൾക്ക് അത് ഹലാലാണ്. ഇതുപോലെ തന്നെയാണ് ഫോട്ടോ എടുപ്പിൻ്റെ കാര്യം. ഒരു കാലത്ത് അത് ഹറാമായിരുന്നു, പക്ഷേ പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ കാർഡുകൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ നിർബന്ധമാക്കിയപ്പോൾ അവരത് നൈസായിട്ട് ഹലാലാക്കി. ഇങ്ങനെ എത്രയോ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇനി ഇതിൻ്റെ ഒരു ബ്രോഡർ കോണ്ടെക്സ്റ്റ് നോക്കുക. ഇസ്ലാമിക രാഷ്ട്രമായ സൗദി അറേബ്യയിൽ വെറും 2018 സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അതേ 2018 തിയേറ്ററുകളും അവിടെ വന്നത്. അതുവരെ സിനിമ ഹറാമായിരുന്നു, സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നത് ഹറാമായിരുന്നു. അതിനുശേഷം അത് ഹലാലായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഖുറാനിലോ മതപുസ്തകങ്ങളിലോ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ശരിക്കും അവർ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ 2018 വരെ അവർ തെറ്റ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ 2018 ശേഷം അവർ തെറ്റ് ചെയ്യുകയാണ് എന്ന് അവർ അംഗീകരിക്കണം. ഇത് ഏതെങ്കിലും ഒരു വിശ്വാസി ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതനുസരിച്ചാണ് ആചാര അനുഷ്ഠാനങ്ങൾ വരുന്നത്. ഇതിൽ വിശ്വാസികളുടെ ഒരു ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആൻ ദൈവം ഇറക്കിയതാണെന്നും അത് പരമമായ സത്യമാണെന്നും മനുഷ്യകുലം ഉള്ളിടത്തോളം അത് മാറ്റം വരുത്തേണ്ടി വരില്ല എന്നുമാണ് അവർ വാദിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ പുറത്തിറക്കിയിട്ട് വെള്ളപൂശിയാലേ അതിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് സത്യം. വേറൊരു ഗതികേട്, ഓരോ കാലത്തെ മതപുരോഹിതൻ്റെ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് ഇവർക്ക് ഇവരുടെ നിലപാട് മാറ്റി പറയേണ്ടിയും വരും. അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവരുടെ ചുമലിൽ ആയിത്തീരുകയും ചെയ്യും.